ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സിംഗിൾ സ്റ്റോറീസ്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിച്ചു. അൽഹംദുലില്ലാഹ് നമുക്കും ഇവിടെ സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പതിവ് പോലെ തന്നെ രാവിലക്കത്തെയും ഉച്ചക്കത്തെയൊക്കെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലൊരു റെസിപ്പി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. പുതിയ വ്യൂവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും കൂടെ മറന്നു പോകരുത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ രാവിലത്തെ കാൽച്ചായയുടെയും പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മകളെ മദ്രസിലൊക്കെ പറഞ്ഞയച്ച് ഞാനിതാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഇന്ന് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അപ്പമാണ്. എല്ലാത്തരം ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കി ലാസ്റ്റാണ് അപ്പത്തിന് നറുക്ക് വീഴുക. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വലിയ ഒരു ഇഷ്ടം പോരാ ഈ ഒരു അപ്പത്തിനോട്. ആദ്യമൊക്കെ നല്ല ഇഷ്ടമായിരുന്നു, ഇപ്പം എന്തോന്നറിയില്ല, ഉണ്ടാക്കാൻ വലിയ മടിയാണ്. ഒന്നാമത്തെ കാരണം അതാണ് കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാനൊക്കെ പറ്റും, പക്ഷേ ഒരു താല്പര്യക്കുറവ്. അങ്ങനെ അതൊക്കെ ഇന്നിപ്പോൾ അതല്ലാതെ മാർഗ്ഗമില്ലെന്ന് കരുതി അതൊക്കെ ചുട്ടെടുത്തു. ചോറിന് വെള്ളം വെച്ചിട്ട് ഉപ്പേരിക്കും കൂട്ടാത്തയോന്നും ഉണ്ടാക്കണം. വെജിറ്റബിൾസും ഫ്രൂട്ട്സിനും ഒക്കെ ഒന്നിച്ചെടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ മറ്റൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ അപ്പൊക്കെ ഇങ്ങനെ ചുട്ടിട്ട് കറി എന്തുണ്ടാക്കുന്നു ഇങ്ങനെ ആലോചിച്ചു. മീനാണെങ്കിൽ ഇപ്പോൾ കിട്ടാനില്ല, മുട്ട റോസ്റ്റിനാണെങ്കിൽ മുട്ടല്ല, കടലക്കറി ആണെങ്കിലും അടുത്തു, ചട്നിയൊക്കെ മടുത്തു. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ ആലോചിച്ചിരുന്നപ്പോഴാണ് ചിലത് നമുക്ക് സാധനം ഉണ്ടെങ്കിൽ പോലും ആ കറി വേണ്ടെന്ന് തോന്നില്ല. അപ്പോൾ അങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഇന്ന് ഒരു ഉള്ളിക്കറി ഉണ്ടാക്കിയാലോ, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണല്ലോ. അതിങ്ങനെ ആലോചിച്ചെടുത്തിട്ട് അത് ഉണ്ടാക്കാൻ വേണ്ടി നിന്നിട്ട് എപ്പോഴെങ്കിലൊക്കെ ഈ അപ്പത്തിനെ കൊണ്ട് പറഞ്ഞ പോലെ ഉണ്ടാക്കണ ഒരു കറിയാണിത്. ഞാൻ അപ്പോൾ അതിൽ കുറച്ച് തേങ്ങ ചിരണ്ടി എടുത്തു. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. മുളക് പൊടി നമ്മളെ എരിവിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. ഇത്രയും നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. പിന്നെ കുറച്ച് ചെറിയുള്ളി, കറിവേപ്പിൻ്റെ ഇല, പച്ചമുളക്, വേണമെങ്കിൽ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക, തക്കാളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ വെറും പച്ചമുളക്, ചെറിയുള്ളി, കറിവേപ്പിൻ്റെ ഇല ഇത്ര എടുത്തിട്ടുള്ളൂ. അപ്പോൾ വേണമെങ്കിൽ ഒരു തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്താൽ ഒരു കൊഴുപ്പ് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും എടുത്തിട്ടില്ല. പിന്നെ ചോറിന് വെള്ളം തിളച്ചപ്പോൾ അരി ഇട്ടു. ഇവിടെ പുറത്ത് നല്ല മഴയാണ് കേട്ടോ, ഞാൻ സൗണ്ട് കളഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് ഉപ്പേരിക്ക് എടുക്കാനുള്ളതും പിന്നെ ഗ്ലൂട്ടാത്തയോൺ ഉണ്ടാക്കാനുള്ളതും അത് വേറെ മാറ്റി വെച്ചു. എന്നിട്ട് കറി ഉണ്ടാക്കാൻ നിന്നു കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. കടുക് നിർബന്ധമില്ല, ചെറിയുള്ളി ഉള്ളിക്കറി എന്നാണ് ഇതിൻ്റെ പറയൽ. ഞാൻ പാവുക്കാൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് എനിക്കറിയുന്ന ഒരു കറിയാണ് കേട്ടോ ഇത്. അവിടെ അപ്പത്തിനിടക്ക് ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും അതുപോലെ ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്നിങ്ങനെ വയന്ന് വന്നാൽ അരച്ച തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പാകത്തിന് ഉപ്പൊക്കെ നോക്കി കൊടുക്കട്ടെ, ഇട്ട് കൊടുത്തിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. എന്നാലും അപ്പത്തിന് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. വേറെ ഒരു സാധനം നമ്മൾ വീട്ടിലില്ല, തേങ്ങയും ചെറിയുള്ളി ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഒന്ന് തിള വന്നാൽ മാത്രം മതി, നമുക്ക് കറി റെഡിയായി കിട്ടും. ആർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. തേങ്ങ ഉണ്ടായാൽ മതി, തേങ്ങയും ചെറിയുള്ളിയും മാത്രം മതി. നമുക്ക് കടലക്കറി, ചട്നി ഇതൊക്കെ മടുത്തെങ്കിൽ ഇടയ്ക്കൊന്ന് പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഉള്ളിക്കറി. അങ്ങനെ ഇതാ നമ്മുടെ കറിയൊക്കെ തള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ കളറല്ല കേട്ടോ, കുറച്ചും കൂടെ വീടിയിൽ ഇങ്ങനെ ഒരു കളർ തോന്നുന്നതാണ്. കുറച്ചും കൂടെ കളറുണ്ട്. പിന്നെ തള തുടങ്ങിയാൽ പിന്നെ ഒന്നും കൂടെ ഒരു കളർ വരും. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിക്കറി റെഡി ആയിട്ടുണ്ട്. കറിയൊക്കെ വാങ്ങി വെച്ചിട്ട് പിന്നെ ഞാൻ ഉപ്പേരി ഉണ്ടാക്കാൻ കേട്ടോ. അന്ന് ക്യാരറ്റിൻ്റെ ഉപ്പേരിയാണ്. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടിട്ട് പിന്നെ ഞാൻ ചോറ് തിളച്ചതിന് ശേഷം റൈസ് കുക്കർക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞാൽ നമുക്ക് വെള്ളം വാർത്തെടുത്താൽ ചോറും റെഡിയായി കിട്ടും. പിന്നെ ഇനി ഉച്ചക്കത്തേക്ക് എന്തെങ്കിലും കൂട്ടാനായിട്ട് കിട്ടിയിട്ട് വേണം കേട്ടോ. മോനിന്ന് അപ്പവും കറിയാണ് ഞാൻ ലഞ്ച് ബോക്സ് റെസിപ്പി ഒന്നും ഇടാത്തത്. അപ്പോൾ ചോറും ഉപ്പേരിയും മാത്രമേ ഇപ്പോൾ റെഡി ആയിട്ടുള്ളൂ. പിന്നെ ഇനി അതൊക്കെ ബാക്കിയുള്ളതൊക്കെ കുറച്ച് സമയം കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും കൂടെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വീഡിയോ ഇടാനുള്ള പ്രചോദനം തന്നെ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ല അടുത്തൊരു ഷാർ വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.